കാഞ്ഞിരപ്പള്ളി കരിപ്പാപ്പറമ്പിൽ KC ജോസഫ് അച്ചാമ്മ ദമ്പതികളുടെ 5 മക്കളിൽ ഇളയ മകനായിട്ടാണ് ശ്രീ സാലു ജോർജിന്റെ ജനനം. കുടുംബ പശ്ചാത്തലം രാഷ്ട്രീയമായിരുന്നുവെങ്കിലും കലയോടും കലാപ്രവർത്തനങ്ങളോടും ചേർന്ന് നിന്നിരുന്നു ഈ കുടുംബം. നാടകങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ സാലു ജോർജിന്റെ അപ്പാപ്പൻ PJ ചെറിയാൻ 1948 നിർമ്മല എന്ന മലയാള സിനിമ നിർമ്മിച്ചതും. ഉള്ളിൽ രാഷ്ട്രീയമുണ്ടായിരുന്നുവെങ്കിലും സിനിമ സാലു ജോർജിന്റെ മനസ്സിൽ പടർന്നു പിടിച്ച തീ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞിറങ്ങിയ ശേഷം സാലു ജോർജിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് തനിയാവർത്തനം എന്ന ചിത്രമായിരുന്നു. പിന്നിട്ട വഴികളും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളും തൻ്റെ ദൈവാനുഭവങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. വിപിൻദാസ് സാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പിരിഞ്ഞിട്ട് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് പടങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സാറിൻ്റെ സമ്മതത്തോടുകൂടി സാറ് തന്നെ അതിൻ്റെ പൂജയ്ക്കുമൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം തുടങ്ങിയ പടം എനിക്ക് ജലരേഖ എന്ന് പറഞ്ഞ പടം. ആ സമയത്ത് സുകുമാരൻ, സോമേട്ടൻ, ജലജ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരു പടമായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ എല്ലാവരും പറയാറുള്ള പോലെ ആ പടം ജലരേഖയായിട്ട് തന്നെ തീർന്നു. പടം ചെയ്ത് ഏകദേശം 3/4 പങ്കായപ്പോഴേക്ക് ഇവരുടെ ഒരു ട്രാൻസിഷൻ, മമ്മൂട്ടിയിലേക്കും മോഹൻലാലിലേക്കുമുള്ള ഒരു ട്രാൻസിഷൻ, അത് സുകുമാരൻ ചേട്ടനിൽ നിന്നും സോമേട്ടനിൽ നിന്നും ഒക്കെ അങ്ങോട്ട് സിനിമ ഷിഫ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ ജലരേഖ എന്ന് പറഞ്ഞ പടം അങ്ങനെ പകുതിയിൽ നിന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2-3 ചെറിയ പടങ്ങൾ ചെയ്തു. അങ്ങനെ വലിയ ഹിറ്റുകളൊന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ലൈഫ് മാറ്റിമറിച്ച ഒരു പടം, അതായത് എൻ്റെ ദൈവം എനിക്ക് കൊണ്ടു തന്ന പോലത്തെ ഒരു പടമാണ് തനിയാവർത്തനം എന്ന് പറഞ്ഞ പടം. അത് S. കുമാർ എന്ന് പറഞ്ഞ ക്യാമറമാനായിരുന്നു അത് ചെയ്യേണ്ടത്. S. കുമാറിന് ആ സമയത്ത് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. S. കുമാർ പറഞ്ഞു സാലു ജോർജ് എന്ന് പറഞ്ഞ, അപ്പോൾ ഞാനും കുമാറുമായിട്ട് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഞങ്ങൾ ഒന്നിച്ച് പല പടങ്ങളും വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുമാർ എന്നെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. കുമാർ വിളിച്ച് സിബിയോട് പറഞ്ഞു സാലുവിനെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും സിബിയായിട്ട് ആദ്യം വർക്ക് ചെയ്ത പടമാണ് തനിയാവർത്തനം എന്ന് പറഞ്ഞ പടം. സിബിയുടെ ലൊക്കേഷനിൽ ആ സ്പോട്ടിലേക്ക് ഞാൻ എത്തി. അപ്പം ലോഹിതദാസ് എന്ന് പറഞ്ഞ ചാലക്കുടിക്കാരനായ ഒരു കക്ഷിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ലോഹിതദാസിനെ പരിചയമില്ല. ഞാൻ എറണാകുളം വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് ഞാൻ ലോഹിതദാസിനെ കണ്ടു. അന്ന് ഒരുപാട് താടിയൊക്കെ വളർത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ. എനിക്കൊരു അങ്ങനെ ഒരു വലിയ എന്തോ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു കക്ഷിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ലോഹി എന്നോട് കഥ പറഞ്ഞു. ഈ തനിയാവർത്തനം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥ പറഞ്ഞ വഴി ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് ഒരു ക്യാമറമാൻ എന്ത് കിട്ടണോ അത് മുഴുവൻ ലോഹിതദാസ് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. ആ ക്യാരക്ടറുടെ സ്വഭാവം, പിന്നെ അയാൾ താമസിക്കുന്ന വീട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോഹി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നി. ഇദ്ദേഹം ഒരു വലിയ ലെവലിലോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തനിയാവർത്തനം മണ്ണാർക്കാട് ഒരു വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ തന്നെ ലോഹി പറഞ്ഞ എൻ്റെ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ വീട് ഇന്ന സ്റ്റൈലിലായിരിക്കണം. ഭാഗ്യത്തിന് ഞങ്ങൾ മണ്ണാർക്കാട് ചെന്നപ്പം അവിടെ നായർ വീട് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ, അത് നമ്മുടെ മരിച്ചുപോയ മോണിഷയുടെ അമ്മാവൻ്റെ വീടാണ്. ഒരു 16 കെട്ടെന്ന് പറയും, 16 കെട്ടാണ് ആ വീട്. അവിടെ പോയി ഞങ്ങൾ നോക്കുമ്പം ലോഹി എന്ത് പറഞ്ഞോ ആ സാധനം തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ കണ്ടു കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ലോഹി പറഞ്ഞ ഐഡിയ, പിന്നെ സിബി എന്ന് പറഞ്ഞ ഒരു അസാമാന്യ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും അങ്ങനെയുള്ള ഒരു സാധനം വെച്ച് തനിയാവർത്തനം എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ പോലെ നമ്മൾ കളറിൽ ഉണ്ടാക്കുകയായിരുന്നു തനിയാവർത്തനത്തിന് ചെയ്തത്. അപ്പം അതിനകത്ത് ചില മൂഡ്സൊക്കെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു മൂഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ലൈറ്റിങ്ങിലുമൊക്കെ നമ്മൾ ആ മൂഡ്സ് കൊണ്ടുവന്നു. അങ്ങനെ ആ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലത് കമലഹാസൻ, പിന്നെ പറഞ്ഞ പോലെ മണിരത്നം, സുഹാസിനി അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്. അതായത് കഥയ്ക്ക് എന്ത് വേണോ അത് കറക്റ്റായിട്ട് സാലു ജോർജ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കമലഹാസൻ പറഞ്ഞ അടുത്തൊരു പടം ചെയ്യുമ്പം ഈ സ്ക്രിപ്റ്റ് റൈറ്റർ, അതായത് ലോഹിതദാസും വേണം, സാലു ജോർജ് പറഞ്ഞ ക്യാമറമാനും എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു.
അപ്പം സുഹാസിനിയും ഞാനും ജൂനിയർ സീനിയറായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു. അപ്പോൾ സുഹാസിനി പറഞ്ഞു എൻ്റെ സീനിയറാണ് സാലു എന്നൊക്കെ പറഞ്ഞു. ഇത് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ സിബിയും വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവർ കാണുന്ന സമയത്ത് ഞാൻ പോയിട്ടില്ലായിരുന്നു. പക്ഷേ തനിയാവർത്തനം എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും, അതായത് എനിക്ക് തോന്നുന്ന, എനിക്ക് ദൈവം കൊണ്ടു തന്ന ഒരു പടമാണത്. അതോടെ എൻ്റെ ലൈഫ് മറിയുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പാദമുദ്ര, മുദ്ര, ഒരുപാട് പടങ്ങൾ, ഉള്ളടക്കം, അങ്ങനെയുള്ള ഒരുപാട് പടങ്ങൾ. എല്ലാ പടങ്ങൾക്കും എനിക്ക് എന്തെങ്കിലും, അതായത് സാലു ജോർജ് എന്ന് പറഞ്ഞ ഒരു ക്യാമറമാൻ്റെ ഒരു പ്രസൻസ് എല്ലായിടത്തും എനിക്ക് കൊടുക്കാൻ പറ്റി. പിന്നീട് അങ്ങോട്ട് വന്ന് ഞാൻ പിന്നെ ഒരുപാട് ഹ്യൂമർ പടങ്ങൾ ചെയ്തു. പിന്നെ 57 പുതിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ, സിബി കമൽ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ 10-15 പടങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പുതിയ 57 പുതിയ ഡയറക്ടേഴ്സിൻ്റെ എല്ലായിടത്തും എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. അവരുടെയൊക്കെ ഓരോ മൂഡുകളും അവർ പറയുന്ന ഓരോ രീതിയും ഒക്കെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം അല്ല, ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ഞാനൊന്നുമല്ല ഇത് ചെയ്യുന്നത്, എന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പടങ്ങളും ഞാൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും 50 ദിവസം ഓടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മിക്കവാറും എല്ലാ പടങ്ങളും ഞാൻ ചെയ്ത 110 പടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 80-90 പടങ്ങളോളം എനിക്ക് 50 ദിവസത്തിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അപ്പം ഇതൊന്നും എൻ്റെ മാത്രം ഒരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ തുറന്ന് പറയാം, ഞാൻ ഭയങ്കര പ്രാർത്ഥനയിൽ കൂടെയാണ് ക്യാമറ. ഇപ്പം ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് സമയം ഡയറക്ടേഴ്സ് എനിക്ക് മാറ്റി വെക്കാറുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്യാമറയെ തൊടുന്നതും അത് പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പം പ്രാർത്ഥന എൻ്റെ ഒരു വലിയ ഇതായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചെയ്ത ഓരോ പടങ്ങളും ഇങ്ങനെ ഹിറ്റാകാനും അങ്ങനത്തെ കഥകൾ കിട്ടാനും അതുപോലത്തെ ഡയറക്ടേഴ്സിനെ എനിക്ക് കിട്ടാനും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന തന്നെയായിരുന്നു. ആ കാലത്ത് ഒരു പ്രത്യേകതയുണ്ട്, ക്യാമറമാൻ മാത്രമേ സിനിമ കാണുന്നുള്ളൂ. ബാക്കി ഇപ്പം മോണിറ്റർ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ന് ക്യാമറമാൻ മാത്രമേ കാണുള്ളൂ. അപ്പം തിയേറ്ററിൽ എന്ത് ഓഡിയൻസിന് കിട്ടുന്നുണ്ടോ അത് കറക്റ്റായിട്ട് എനിക്ക് അവിടെ അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുമ്പം അത് ക്യാമറ കടന്ന് വെട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ റീടേക്ക് ചെയ്യും അത്. അപ്പം ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എല്ലാ ആർട്ടിസ്റ്റുകൾ വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് അതായത് എനിക്കത് ഫീലിംഗ് കിട്ടി എന്ന് പറയുന്ന അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് പടങ്ങളിലും ആ അനുഭവങ്ങളുണ്ട്. അതുപോലെ സാന്ത്വനം എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് പലപ്പോഴും കരച്ചിലൊക്കെ വന്നിട്ട് ഞാൻ വേണുവേട്ടനോട് പറഞ്ഞു സോറി ഞാൻ കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. വേണുവേട്ടനും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ആയുഷ്കാലം എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് മറക്കാൻ പറ്റുകയല്ലാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ഒന്നാമതേ ആ ഒരു പടം ആയുഷ്കാലം എന്ന് പറഞ്ഞ പടം ഒരു റിയലിസ്റ്റിക് രീതിയിലല്ല നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രേതം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറകളൊന്നും അത്ര അഡ്വാൻസ്ഡ് അല്ല. ക്യാമറ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ പഴയ ടൈപ്പ് മിച്ചൽ ക്യാമറകളും അത് വെച്ചുണ്ടാക്കുന്ന ടെക്നിക്കുകളൊക്കെയാണ്. അത് വെച്ചിങ്ങനെ ചെയ്താണ് ഞങ്ങൾ ആ പടം ഉണ്ടാക്കിയത്. പക്ഷേ അതിനകത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് മറക്കാൻ പറ്റുകയില്ലാത്ത ഒരു അനുഭവം ഉണ്ട്. അതായത് ദൈവാനുഗ്രഹം തന്നെയാണ് എനിക്കുണ്ടായെന്ന് ഞാൻ പറയാം. അത് വേറൊന്നുമല്ല, അതിനകത്തൊരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റണ്ട് സീക്വൻസിൽ ഞാൻ ക്യാമറ ഫ്ലോർ ലെവലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ജീപ്പ് പാഞ്ഞു വന്ന് എൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 3 അടി അപ്പുറത്ത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റണ്ട് മാസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല, സാറ് ക്യാമറ ധൈര്യമായിട്ട് വെച്ചോ, ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഇവർ ഫുൾ സ്പീഡ്, അന്ന് പനമ്പള്ളി നഗറിൽ ആണ് ഷൂട്ട് ചെയ്യുന്നത്. പനമ്പള്ളി നഗറൊന്നും അത്ര തിരക്കുള്ള സമയമല്ല. അപ്പോൾ ദൂരേന്ന് ഫുൾ സ്പീഡിൽ എൻ്റെ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ ഈ ജീപ്പ് പാഞ്ഞു വന്നു. ഈ പറഞ്ഞ ഒരു മെറ്റൽ കൂനെ അവിടെ വെച്ചിട്ടുണ്ട്. ആ മെറ്റൽ കൂനയിൽ കയറി അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ 1 സെക്കൻഡിൽ ഞാൻ കാണുന്നത് പറഞ്ഞാൽ ഈ ജീപ്പ് വന്ന് ആ മെറ്റൽ കൂനയിൽ എത്തിയിട്ട് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ജമ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണും. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ക്യാമറ അസിസ്റ്റൻറ്റിന് പെട്ടെന്ന് മനസ്സിലായി ഇത് അപകടമാണെന്ന് പറഞ്ഞാൽ ഇയാൾ എന്നെയും കൂട്ടി, അതായത് ക്യാമറയായിട്ട് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് മറിഞ്ഞു. ഈ ജീപ്പ് ഈ മെറ്റൽ കൂനയുടെ മുകളിൽ കൂടെ കയറിയിട്ട് ശരിക്ക് ഞാനിരുന്ന് അവിടെ 1 സെക്കൻഡ് ഞങ്ങളുടെ ക്യാമറ ഇരുന്നെങ്കിൽ ഞാനും ക്യാമറയും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എൻ്റെ ക്യാമറ അസിസ്റ്റൻറ്റും ഞങ്ങളെല്ലാവരും ഇല്ലാതായി പോയതിന്.
അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്ന ഈ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും പറയേണ്ട ദൈവാനുഗ്രഹവും. അല്ലെങ്കിൽ ഒരു സാലു ജോർജ് എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ ഇവിടെ ഫീൽഡിന് ഉണ്ടാകാൻ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു, എനിക്കറിയത്തില്ല. അത് എല്ലാം ദൈവം നമ്മളെ കാത്തു രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ ക്യാമറകളൊക്കെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളാണ്, എല്ലാം ഫിലിം ക്യാമറകൾ തന്നെ. ഇപ്പോഴാണ് ഡിജിറ്റൽ ക്യാമറകളൊക്കെ വന്നത്. ഡയറക്ടർ എന്ത് കാണുന്നോ അത് ക്യാമറമാനോട് പറയും. പക്ഷേ ഈ ക്യാമറമാൻ മാത്രമേ സിനിമ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും അത് കാണാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡയറക്ടറൊക്കെ കാണുമ്പോഴേക്കും ഒരു സീക്വൻസ് നടക്കും, അതിൻ്റെ സൈഡിലുള്ള ആൾക്കാരെയും അതുപോലെ അവിടെയുള്ള കാറ്, വണ്ടികൾ, ഇതെല്ലാം കാണുന്നുണ്ട്. ക്യാമറ നമ്മൾ പർട്ടിക്കുലറായിട്ട് വെക്കുമ്പോഴേക്കും നമുക്ക് മാത്രമേ ആ സീൻ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ അവരെ മാറ്റി നിർത്താൻ പറയും. പക്ഷേ സിനിമ ഫുള്ളായിട്ട് കാണുന്നത് നമ്മൾ മാത്രം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വന്നപ്പോഴേക്ക് ഇപ്പം ശരിക്കും ക്യാമറയിൽ കൂടെ വരുന്ന ക്യാമറ കാണുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ ഡയറക്ടർക്ക് കാണാം, ഇവൻ പ്രൊഡ്യൂസർക്ക് കാണാം, ആർക്ക് വേണമല്ലോ, ആർട്ടിസ്റ്റുകൾക്ക് ഒന്ന് അഭിനയിച്ചിട്ട് അവർ ഓടി വന്നിട്ട് അത് നോക്കും എങ്ങനെയുണ്ടെന്ന്. പക്ഷേ അന്ന് കാലത്ത് ഞങ്ങൾക്കൊരു 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസമായിരിക്കും ഷൂട്ടിങ്. ആ 35 ദിവസം കഴിഞ്ഞ് റഷസ് കാണുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മദ്രാസിലാണ് പോയി കാണുന്നത്. അപ്പം ഈ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ ആയിരിക്കും ആദ്യം പോയി കാണുന്നത്. അവർ പോയിട്ട് അവിടുന്ന് വിളിച്ചു പറയുന്നത് സാലു ഗംഭീരമായിട്ടുണ്ട്. ആ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട കാര്യം ഗംഭീരമായിട്ടുണ്ടെന്നാണ്. അവർ കണ്ടിട്ടില്ല ആ സാധനം. അവരാദ്യമായിട്ട് കാണുന്ന ഈ റഷസ് എന്ന് പറയുന്ന ആ സാധനമാണ്. അപ്പോൾ അതൊരു അന്ന് അത് കേൾക്കാനായിട്ട് ഇവർ മദ്രാസിന് പോകുന്ന സമയം തൊട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവർ അടുത്ത ദിവസം വിളിച്ചു പറയുന്നത് 2 ദിവസം കൊണ്ടോ അല്ല അടുത്ത ദിവസം കോള് വരുമെന്ന് പറയാം. അപ്പം എനിക്ക് എപ്പോഴും സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ആരും ഒരു നെഗറ്റീവായിട്ട് തോന്നി. ഏതോ ചെമ്പക്കുളം തച്ചനായിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ക്യാമറയിൽ അത് എനിക്കറിയാൻ പറ്റാതെ വന്ന ഒരു സംഭവമാണ്. ക്യാമറയിൽ ഒരു ചെറിയ സ്ക്രാച്ച്, അതായത് ക്യാമറയിലല്ല ഫിലിമിൽ ഒരു ചെറിയ സ്ക്രാച്ച് വന്നു. അത് പിന്നീട് ഞങ്ങൾ റീഷൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2 പടത്തിൽ എന്തോ വന്നിട്ടുണ്ട്. പക്ഷേ അതുപോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ചാണെങ്കിൽ സിനിമയിലെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്തൊരു രഹസ്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ക്യാമറകൾ വന്നു. ഡിജിറ്റൽ ക്യാമറകളിൽ കൂടെ തന്നെ അപ്പം തന്നെ നമുക്ക് മോണിറ്ററിൽ കാണാം. മോണിറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഇപ്പോൾ കളർ വരെ നമുക്ക് അതിനകത്ത് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കൊന്നും കളർ ജഡ്ജ് ചെയ്യാൻ പറ്റുകയില്ല. ആ സമയത്ത് ഫിലിമിൽ എന്ത് പതിയുന്നോ അത് അവിടെ കിടക്കും. അത് പിന്നീട് നമ്മൾ ഗ്രേഡിങ് അങ്ങനെയുള്ള പറഞ്ഞ സെക്ഷനൊക്കെ വരുമ്പോഴേക്കാണ് ഞങ്ങളത് മാറ്റിയെടുക്കുന്നത്. ഇപ്പം ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ കളർ ശരിയല്ലെന്ന് മോണിറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കളർ മാറ്റിയെടുക്കാം. പക്ഷേ നല്ല ടെക്നോളജികളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. നല്ല ടെക്നോളജിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ക്യാമറമാരെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് തോന്നുന്നത്. അതായത് ശരിക്കും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറുകയാണ്. പെയിൻറ്റിങ് വിത്ത് ലൈറ്റ് എന്നാണ് നമ്മൾ ക്യാമറമാനെ കുറിച്ച് പറയുന്നത്. അവർ അതുപോലെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഒരു വാം ടോണോ അല്ലെങ്കിൽ ബ്ലൂയിഷ് ടോണോ വേണമെന്ന് അവർ ക്യാമറയിൽ തന്നെ സെറ്റ് ചെയ്ത് അത് ചെയ്ത് മാറ്റുക. അപ്പം എന്താണെങ്കിലും എനിക്ക് ഭയങ്കര അപ്രീസിയേഷനാണ് ഇത്. പിന്നെ എനിക്ക് സിനിമയുടെ കഥകൾ പറയുന്നത് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ഇപ്പോൾ പുതിയ ഒരുപാട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരെല്ലാം എനിക്കെന്തോ ഇപ്പോൾ തനിയാവർത്തനോ ഞാൻ ഉള്ളടക്കമോ അല്ലെങ്കിൽ ചെമ്പക്കുളം തച്ചനൊക്കെ കേട്ട സമയത്തുണ്ടായിരുന്ന കഥയെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ കഥ കേൾക്കുമ്പോഴേക്ക് കൊള്ളാം, ഇത് ചെയ്താൽ അവർ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഞാൻ ചിലപ്പോൾ കമലാണെങ്കിൽ 2-3 പ്രാവശ്യം കഥ റിപ്പീറ്റ് ചെയ്ത് പറയും, നമ്മുടെ മനസ്സിലേക്ക് കയറാനുണ്ട്. ചെമ്പക്കുളം തച്ചനൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 പ്രാവശ്യം കമലിൻ്റെ ഇന്ന് കേട്ടിട്ടുണ്ട്. ശ്രീനിവാസനും അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ആ ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത്. ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു കഥ പറയും, അത് പിന്നെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. പിന്നെ അതിന് കുറച്ച് ബേസിക്കായിട്ട് നമ്മൾ കുറേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം, അത് സാറങ്ങ് ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം മനസ്സിലാകണം. പിന്നെ എനിക്ക് ഫീൽ ചെയ്യണം ഒരു കഥയാണെങ്കിലും. അതിപ്പോൾ ഒരു ഹ്യൂമർ പടമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ പടമാണെങ്കിലും എനിക്ക് ഫീൽ ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പം എന്താണേലും ഞാനിപ്പം കുറച്ച് നാളായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്താണേലും ഭാവിയിൽ ഒരു ഡയറക്ഷൻ ഒരു പരിപാടിയായിട്ട് ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാന്ത്വനം എന്ന് പറഞ്ഞ പടം ആലുവയിൽ ഷൂട്ട് ചെയ്ത സമയത്താണ് ഞാൻ ഭയങ്കര ഹെവി വർക്കായിരുന്നു. പറഞ്ഞാൽ പറഞ്ഞ പോലെ രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില ദിവസങ്ങളിൽ 2 മണി 3 മണി വരെയൊക്കെ ഷൂട്ടിങ് പോകും. അങ്ങനെ ഒരു 4 മണിക്ക്
4 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഫോൺ കോൾ വന്നത് എൻ്റെ ഒരു കസിനാണ്, തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കസിൻ, ഒരു ഫീമെയിലാണ്. പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ ഒരു പെണ്ണ് കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് ഞെട്ടിപ്പോയി. രാത്രി ഇത് നല്ല ബോധത്തോടെയാണ് അത് കേൾക്കുന്നത്, എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതുവരെയൊക്കെ ചെറിയ ഈ കലാകാരന്മാരുടെ സ്വഭാവമുണ്ട്, കല്യാണം വേണ്ട എന്നൊക്കെയുള്ള ഒരു മനസ്സിലാക്കി ഇരുന്ന കക്ഷിയാണ്. പെട്ടെന്ന് ഈ പുള്ളിക്കാരത്തി ഒരു 4 മണിയായപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പെണ്ണ് കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് കിടന്നുറങ്ങി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി കാറുമായിട്ട് അവിടെ വന്നു. ഇന്ന് പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര നിർബന്ധം പുള്ളിക്കാരത്തി. അങ്ങനെ അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് ഒരു റോയി ഉണ്ട്, ഒരു സുകുമാരുണ്ട്, അവരെല്ലാം ഞങ്ങളെല്ലാം അടുത്തടുത്ത റൂമുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് പോയി കാണും സാലു, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ചെയ്ത് അങ്ങനെ പുള്ളിക്കാരത്തിന് കൊടുത്ത് ഞാൻ ആലുവയിൽ തന്നെ, ആലുവയിലായിരുന്നു ഈ സാന്ത്വനം ഷൂട്ടിങ്. ആലുവയിൽ തൊട്ടടുത്ത് തന്നെ ഉള്ള, തൊട്ടടുത്ത് പറയാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ പകുതി ഉറക്കത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈഫിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒറ്റ സ്ത്രീയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് എൻ്റെ വൈഫാണ്, രേഖ. അപ്പം കണ്ട വഴി തന്നെ ഞാൻ പറയാമല്ലോ, എല്ലാവരും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നമുക്കൊരു വൈബ്രേഷൻ തോന്നി. ഞങ്ങൾ അങ്ങനെ ഒരു ഇത് കിട്ടും. പിന്നെ പക്ഷേ ആ സമയത്ത് എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് എനിക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ 8-10 പടങ്ങൾ കമ്മിറ്റഡാണ്. അങ്ങനെ ഒരു 8 മാസത്തോളം എനിക്ക് പിന്നെ ഈ കല്യാണത്തിലേക്ക് പോകാൻ പറ്റുക. കല്യാണമൊക്കെ ഉറപ്പീര് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു, പക്ഷേ കല്യാണത്തിലേക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ 8 പടങ്ങളോളം തീർക്കാനുണ്ടായിരുന്നു. ആ പടങ്ങളൊക്കെ തീർത്ത് പിന്നെ ആണ് എൻ്റെ കല്യാണം നടന്നത്. അപ്പോൾ ആയുഷ്കാലം സമയത്താണ് എനിക്ക് എൻ്റെ കല്യാണം. അപ്പോൾ പകുതിയിൽ നിർത്തിയിട്ട്, ആയുഷ്കാലം പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് പകുതിയിൽ നിർത്തിയിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്, 3 ആൺപിള്ളേരാണ്. മൂത്തയാളുടെ പേര് ജോസഫ് ജോർജ്, അവരിപ്പോൾ കാനഡയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ താഴെയുള്ള ഇരട്ടക്കുട്ടികളാണ്, അവർ ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 ആൺപിള്ളേരാണ്. അപ്പം പുള്ളിക്കാരത്തി ശരിക്ക് രാജഗിരി സ്കൂളിൽ കിൻഡർ ഗാർഡനിൽ പഠിപ്പിക്കുകയാണ്. അപ്പം അച്ഛന്മാർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഇരട്ടക്കുട്ടികളെയും അപ്പോൾ ഇവർ തമ്മിൽ ഗ്യാപ്പുകൾ വളരെ കുറവാണ്. ശരിക്കും ഒരു വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ കുട്ടികൾ തമ്മിൽ. അപ്പം ഇരട്ടക്കുട്ടികളും ഇവനുമായിട്ട് മൂത്തയാളുമായിട്ട്. അപ്പം അച്ഛന്മാർ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ രേഖയ്ക്ക് നന്നായിട്ട് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലേ ഈ പറഞ്ഞ പോലെ 3 കുട്ടികളെ അറ്റ് എ ടൈം. അപ്പം രേഖ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അങ്ങനെ 3 കുട്ടികളെയായിട്ട് പുള്ളിക്കാരത്തി സ്കൂളിൽ പോകും. അങ്ങനെ അവിടുത്തെ നല്ല ടീച്ചർ എന്നുള്ള പേര് രേഖയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഫുൾ ബിസിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കൊല്ലം ഞാൻ 10 പടമൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനത്തെ. അപ്പോൾ ഒരു സെക്കൻഡ് പോലും ഞാൻ വീട്ടിൽ ഉണ്ടാകാറില്ല. പിള്ളേരുടെ വളർച്ചയുടെ എല്ലാ കാലങ്ങളിലും രേഖ തന്നെയാണ് അതിന് പൂർണ്ണമായിട്ട് അത് നിർത്തിയത്. അങ്ങനെ എല്ലാം ഇതിൽ പോകുന്ന സമയത്ത് ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഗ്യാപ്പിലെത്തിയ സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റെയറിൻ്റെ ഒരു പണി നടക്കുകയായിരുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് വീട്ടിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റെയർ പണിയാൻ വേണ്ടിയിട്ട് ഒരു തൂണ് കൊടുത്തിരുന്ന അത് ആക്സിഡൻ്റായി രേഖയുടെ കാലിലേക്ക് മറിഞ്ഞു. അങ്ങനെ രേഖയുടെ കാല് മൊത്തം പ്രശ്നമായി. അത് ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ട, അതായത് മുറിച്ച് കളയണം എന്നുള്ളൊരവസ്ഥ. ഒരു രാത്രി 8 മണിക്കാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ഒരു 11 മണിയായപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്താണെങ്കിലും കാല് മുറിച്ച് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള EMC എറണാകുളം മെഡിക്കൽ സെൻറ്ററിലായിരുന്നു. ഞങ്ങൾ ആ കൂടെ ടെൻഷനായി. രേഖയ്ക്കാണ് ഓൾമോസ്റ്റ് ബോധം പോയിരിക്കുന്ന സമയം.
അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അളിയനും പിന്നെ ഫാദർ ലോ ഒക്കെ വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചു. അപ്പം ഒരു ഡോക്ടർ പെട്ടെന്ന് വന്നു, ഒരു അലക്സ് ജേക്കബ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട്, ഒരു സീനിയർ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും നിവൃത്തിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഓപ്പറേഷന്, നമുക്ക് രാത്രി 11 മണിയാകുമ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുള്ളിക്കാരത്തിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. എന്തോ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് നമ്മൾ ദൈവം നമ്മളെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. രാത്രി ഒരു 2 മണിയായപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, സാലു ഞങ്ങൾ കാല് സേവ് ചെയ്തിട്ടുണ്ട്, തൽക്കാലം ആംപ്യൂട്ടേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിയെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നു, റൂമിലല്ല പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കൊണ്ടുവന്ന് ഞാൻ കണ്ടു. ഒരുമാതിരി എന്നെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു. അടുത്ത ദിവസം കാലത്ത് ഈ ഡോക്ടർ ഒരു 6-7 മണിയായപ്പോൾ വന്നിട്ട് ചോദിച്ചു, സാലു എന്താ സംഭവിച്ചത്, ഇത് വലിയ ഫ്ലൈറ്റ് ആക്സിഡൻ്റൊക്കെ ഉണ്ടായ പോലാണല്ലോ ഉണ്ടായിരിക്കുന്നത്, സംഗതി എന്താണോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തൂണ് കാലിലേക്ക് ഉണ്ട്, ഭയങ്കരം എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ഒരുമാതിരി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എത്ര നേരം എന്ന് അറിയത്തില്ല, എനിക്കത് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഡോക്ടർ അതിനുവേണ്ടി ഒരുപാട് പെയിൻ എടുത്ത് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ട് അവസാനം ഇത് സേവ് ചെയ്തെടുത്തു. പക്ഷേ ബാക്കി ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, അപ്പോളോ ഹോസ്പിറ്റലിൽ, അത് മദ്രാസിൽ മാത്രമേ ഇതിനുള്ള ബാക്കി ഓപ്പറേഷൻ ഫെസിലിറ്റീസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഡോക്ടർ ചോദിച്ചു സാലുവിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, കരിപ്പാപ്പറമ്പ് പറഞ്ഞ ഫാമിലി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കരിപ്പാപ്പറമ്പിലെ ആരാണ്? അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ശരിക്കും മാരി ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു കസിനെയാണ് മാരി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറും ഞാനുമായിട്ട് ഒരു ആത്മാർത്ഥ ബന്ധം ഉണ്ടായി. പിന്നെ ഡോക്ടറായിരുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഞങ്ങളെ അപ്പോളോയിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള സബർബൻ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങളെ പല ടെസ്റ്റുകൾക്കായിട്ട് വിടുന്നതൊക്കെ ഡോക്ടറുടെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതിപ്പോൾ പലത് വേറെ എന്തൊക്കെയോ സംഭവിക്കേണ്ട സമയത്ത് പോലും ദൈവം ഞങ്ങളെ അതുപോലെ പാലിച്ചു. ഞങ്ങളെ ഒരു പ്രശ്നം കൂടാതെ. അപ്പോൾ പുള്ളിക്കാരത്തി ഒരുമാതിരി നടന്നു തുടങ്ങി. ഓപ്പറേഷന് 3-4 ഓപ്പറേഷൻസ് നടന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഈ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ പോകുമ്പോഴേക്ക് എൻ്റെ ഒരു കസിൻ, ഒരു അനിത എന്ന് പറഞ്ഞ ഒരു കസിനുണ്ട്, എൻ്റെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു ഇങ്ങടെ ഈ നമ്മുടെ എറണാകുളത്ത് ആരാധന മഠം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശോയുടെ ഒരുപാട് ഗുണങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അനിത ഇപ്പം ഒട്ടും നടക്കാൻ മേലാത്തൊരവസ്ഥയാണല്ലോ, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല, അത് എപ്പോഴും നമുക്ക് ഇതായിട്ട് ഒന്ന് പോകാം എന്നുള്ളൊരവസ്ഥ വരുമ്പോഴും ഒന്ന് പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവിടെ പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടായി. ഈ പറഞ്ഞ പുള്ളിക്കാരത്തിൻ്റെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ ഒരുമാതിരിയൊക്കെ പിടിച്ചു അവിടെ ചെല്ലുമ്പോഴേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി സ്റ്റെപ്സ് പിടിച്ച് കയറ്റുന്നവരെ വളരെ കഷ്ടപ്പെട്ടു. ഞാനും അനിതയും കൂടെയൊക്കെയാണ് പിടിച്ച് കയറ്റുകയൊക്കെ ചെയ്തിരുന്നത്. അവിടെ ചെന്നു അവിടെ ഒരു ലില്ലി ചേച്ചിയാണ് അവിടുത്തെ എല്ലാ ഇൻചാർജായിട്ടുള്ള. പിന്നെ നമ്മുടെ പുതിയടത്തച്ഛൻ അവിടുത്തെ ഇതിൻ്റെ ഓൾ ആയിട്ടുള്ള അച്ഛനാണ്. പിന്നെ ഒരു അലക്സ് ചേട്ടനുണ്ട്, ഒരു അൽഫോൻസ ചേച്ചിയുണ്ട്, അങ്ങനെ കുറച്ച് പേര്. അവരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അനിത അവിടെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരു ധ്യാനം ആ സമയത്തുണ്ടായി. ആ ധ്യാനത്തിനും ഞങ്ങൾ കൂടി. അവിടെ വെച്ചും അച്ഛൻ പറഞ്ഞിങ്ങനെ പർട്ടിക്കുലറായിട്ടൊരു ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അത് പുള്ളിക്കാരത്തിക്ക് കാലിന് മേലെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പർട്ടിക്കുലറായിട്ട് വന്നിട്ട്, മരിയദാസ് അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു, അച്ഛൻ വന്നിട്ട് പർട്ടിക്കുലറായിട്ട് പുള്ളിക്കാരത്തിൻ്റെ കാല് ഒക്കെ ഒന്ന് തൊട്ടു. അത് കഴിഞ്ഞ് പുള്ളിയുടെ നെറ്റിയിൽ കുരിശ് വരെ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ശകലം ബോധം പോകുന്ന പോലെയൊക്കെ വന്നു. അങ്ങനെ ആരാധന മഠത്തിൽ പോയ ശേഷമാണ് രേഖയ്ക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. ഓരോ കാര്യങ്ങളും, അതായത് ആശുപത്രി വഴി ഞങ്ങൾക്ക് കിട്ടിയിരുന്ന അനുഭവങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായി. ഇപ്പം രേഖയ്ക്ക് ഇപ്പോൾ കുറച്ച് ദൂരങ്ങൾ നടക്കാൻ പറ്റും, തനിയെ ഇപ്പം സ്റ്റെപ്സൊക്കെ ഇറങ്ങണമെങ്കിൽ തന്നെ പുള്ളിക്കാരത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഇതിലോട്ട്. പക്ഷേ സ്കൂളിലെ പഠിത്തം നമ്മൾ ഈ പറഞ്ഞ രാജഗിരി പഠിപ്പിച്ചിരുന്നതൊക്കെ പയ്യെ അവിടുത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ പിള്ളേരുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പിള്ളേരിപ്പോൾ ഓരോരുത്തരും ഓരോ ലെവലിലായി. അന്ന് ഈ പുള്ളിക്കാരത്തേക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ പിള്ളേർക്കൊക്കെ ഒരാൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, മൂത്തയാൾ 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഗ്രാജുവലി ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ രേഖ ഒരുമാതിരി, അതായത് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ആരാധനമഠത്തിൽ പോയ ശേഷമാണ് അത്, അവിടെ പോയ ശേഷമാണ് ഞങ്ങൾക്ക് ഒരുവിധ ടെൻഷൻസ് തോന്നാറില്ല. ഇപ്പോൾ സിനിമയിൽ ഞാൻ ഫുൾ ഫോമിൽ പോയിക്കൊണ്ടിരുന്നത്, എനിക്കിപ്പോൾ സിനിമ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയാം അത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ ഫുൾ ഫോമിൽ പോയിക്കൊണ്ടിരുന്നത് 10 പടങ്ങളൊക്കെ ഒരു കൊല്ലം ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ. എനിക്കങ്ങനെ
ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പം സന്തോഷത്തോടെ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു, ഭയങ്കര ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ലില്ലി ചേച്ചിയുടെ ഒരു ഇതുണ്ടായിരുന്നു, പുള്ളിക്കാരത്തിൻ്റെ 90 വർഷം കഴിഞ്ഞ ദിവസമായിരുന്നു അത്. അതിനും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അപ്പം അവിടെയൊക്കെ എത്രയോ സമയം ഞങ്ങൾ 2-3 മണിക്കൂറൊക്കെ രേഖ അവിടെ ഫുൾ ടൈം നിൽക്കേണ്ടതായിട്ട് വന്നു. ഒരു പ്രശ്നവും കൂടാതെ പുള്ളിക്കാരത്തി അവിടെ നിന്നു. സാധാരണ അങ്ങനെ 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്ന അതാണ്. അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ പുതിയടത്തച്ഛൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഈ പറഞ്ഞ നമ്മുടെ ഈ ആരാധന മഠത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു റിമോട്ട് എനർജി നമുക്കുണ്ടാവും. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ അവിടെ ഇരുന്ന് ഉറങ്ങിയാലും മതി, ആ ഒരു റിമോട്ട് എനർജി നമുക്ക് കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ അത് ശരിയാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങാറില്ല, എന്നാൽ പോലും അവിടുന്ന് നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടാറുണ്ട്. അപ്പോൾ ദീപികാരുണ്യ ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ഈ സൗഖ്യം തന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞങ്ങൾ പോകുമ്പോൾ അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്.